കണ്ണൂർ വിഷൻ സക്സസ് സ്റ്റോറിയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ഈ എപ്പിസോഡിൽ ഞങ്ങളുടെ ക്രൂ ഉള്ളത് കൂത്തുപറമ്പ് തൊക്കിലങ്ങാടിയിലാണ്. തൊക്കിലങ്ങാടി ഞങ്ങൾ തേടി എത്തിയിരിക്കുന്നത് ഒരു റിട്ടയർഡ് ജസ്റ്റിസ് KP ജ്യോതീന്ദ്രനാഥ്, റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജാണ് അദ്ദേഹം. ഏതാണ്ട് 15 വർഷം അഭിഭാഷകനായി സേവനമനുഷ്ഠിക്കുക, 2 പതിറ്റാണ്ട് കാലം ജുഡീഷ്യറിയിൽ ന്യായാധിപൻ്റെ റോളിൽ ഉണ്ടാകുക, അതുപോലെ തന്നെ ക്രിക്കറ്റ് അസോസിയേഷനിൽ അതിൻ്റെ ഓംബുഡ്സ്മാനായി 3 വർഷം പ്രവർത്തിക്കുക. നീതിന്യായ മേഖലയിലെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്കുള്ള ഒരു യാത്രയാണ് ഈ എപ്പിസോഡിൽ സക്സസ് സ്റ്റോറി നടത്താൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ വ്യത്യസ്ത മേഖലകളിലുള്ള ആളുകൾ നമ്മുടെ സക്സസ് സ്റ്റോറിയിൽ വന്നിട്ടുണ്ട്. പോലീസ് DGP മുതൽ ജനപ്രതിനിധികൾ, MP മാർ, MLA മാർ, സിനിമാ നടന്മാർ പലരും വന്നിട്ടുണ്ട്. ജില്ലാ ജഡ്ജി വരെ മാത്രമേ സക്സസ് സ്റ്റോറിയിൽ നീതിന്യായ രംഗത്ത് വന്നിട്ടുള്ളൂ. ഹൈക്കോടതിയിൽ നിന്ന് 2 പതിറ്റാണ്ട് കാലത്തെ നീതിന്യായ പ്രവർത്തനം, ഹൈക്കോടതിയിൽ നിന്ന് ജസ്റ്റിസായി ഹൈക്കോടതി ജഡ്ജിയായി വിരമിച്ച് പിന്നെ 3 വർഷക്കാലം ഈ പറഞ്ഞതുപോലെ നമ്മൾക്കേറെ ഇഷ്ടപ്പെടുന്ന ക്രിക്കറ്റിൻ്റെ ലോകത്ത് ഓംബുഡ്സ്മാനായി പ്രവർത്തിച്ച് ആ അനുഭവ പരിജ്ഞാനവുമൊക്കെയായി നമ്മോട് സംവദിക്കാൻ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് KP ജ്യോതീന്ദ്രനാഥാണ്. അദ്ദേഹത്തിനും പ്രിയ പ്രേക്ഷകർക്കും സക്സസ് സ്റ്റോറിയിലേക്ക് ഏറെ ഹൃദ്യമായ സ്വാഗതം. നമസ്കാരം. ജസ്റ്റിസ് KP ജ്യോതീന്ദ്രനാഥ്, സക്സസ് സ്റ്റോറി ഞങ്ങൾ യാത്ര ചെയ്യുന്നത് വ്യത്യസ്തരായ മനുഷ്യരിലൂടെയാണ്. ഇപ്പോൾ ഹൈക്കോടതി ജഡ്ജിമാരെന്ന് പറഞ്ഞാൽ 3.5 കോടി ജനങ്ങളിൽ എണ്ണിയെടുക്കാവുന്നവരെ കേരളത്തിൽ ഹൈക്കോടതി ജഡ്ജിമാരായിട്ടുള്ളൂ. അത് അത്രയും റിസർവ് ആയിട്ടുള്ള ഒരു പോസ്റ്റാണ്. വളരെ ത്യാഗം ചെയ്ത് ആ പോസ്റ്റിലേക്ക് എത്തുന്ന ആളുകളാണ് നമ്മൾ കണ്ടെത്തുന്നത്. സിവിൽ സർവീസിൽ പോലും എണ്ണം കൂടുതലാണ്. കാരണം എന്താ, അത്രയധികം പോസ്റ്റുകൾ ആ രംഗത്തുണ്ട്. ഹൈക്കോടതിയും സുപ്രീം കോടതിയിലും ന്യായാധിപന്മാരാകുക എന്ന് പറഞ്ഞാൽ റെയർ ആൻഡ് റെയറസ്റ്റാണ്. ഇപ്പം കണ്ണൂർ ജില്ലയിൽ എത്ര ഹൈക്കോടതി ജഡ്ജിമാരെ എണ്ണിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് താങ്കളെ തേടി ഞങ്ങൾ എത്തിയിട്ടുള്ളത്. താങ്കളുടെ ബാല്യം, കൗമാരം, യുവത്വം, ഇപ്പോഴും യുവാവാണ്. റിട്ടയർ ചെയ്തിട്ടും സുന്ദരനായി താങ്കൾ ഇരിക്കുന്നു. താങ്കളുടെ ബാല്യത്തിൽ നിന്ന് തുടങ്ങാം. എവിടെയാണ് താങ്കൾ ജനിച്ചത്? ഞാൻ ജനിച്ചത് നമ്മളിപ്പോഴും ഇരിക്കുന്ന വീട്ടിൻ്റെ തൊട്ട് പിന്നിലായിട്ട് ഉള്ള അച്ഛൻ നിർമ്മിച്ചതായ ഒരു വീടുണ്ട്. ആ തറവാടിൻ്റെ പേരെന്താണ്? അതിൻ്റെ പേര് നന്ദിനി നിവാസ്. എൻ്റെ അമ്മയുടെ പേരാണ് നന്ദിനി നിവാസ് എന്നാണ് ആ വീട്ടിൻ്റെ പേര്. ഞാനിപ്പം നിൽക്കുന്ന വീട്, അത് 2 വീടുകൾക്ക് ഒരേ പേര് വരുന്നത് കൊണ്ട് നന്ദിനി നിവാസ് എന്നുള്ളത് നീ എന്നുള്ളത് വിട്ട് നന്ദി നിവാസ് എന്നാണ് മാറ്റിയിട്ടുണ്ട്. എൻ്റെ അച്ഛൻ്റെ പേര് കേളോത്ത് ഗോപാലൻ എന്നാണ്. എൻ്റെ അച്ഛൻ്റെ പേര് അറിയപ്പെടുന്നത് കേളോത്ത് ചെറിയ ഗോപാലൻ എന്നാണ്. എന്തുകൊണ്ടാണ് ഈ ചെറിയ ഗോപാലൻ? ആൾ ചെറുതാണോ, ഹൈറ്റ് കൂടുതലുണ്ടോ? എന്താണ് ഈ ചെറിയ ഗോപാലൻ പേര് പറയുന്നത്? അച്ഛൻ ചെറിയതായത് കൊണ്ടല്ല, അച്ഛൻ്റെ കാരണവര് ഒരു ഗുമസ്തൻ തന്നെയായിരുന്നു. ക്രിമിനൽ സൈഡ് പ്രാക്ടീസ് ചെയ്തിരുന്ന ഒരു വക്കീൽ ഗുമസ്തൻ എന്ന് പറയാവുന്ന ഗുമസ്തനായിരുന്നു. പഴയ ബ്രിട്ടീഷ് ഇന്ത്യയിലുള്ളതാണ്. കൂത്തുപറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് ഒക്കെ ആയിരുന്ന അദ്ദേഹം അറിയപ്പെട്ടിരുന്ന മുരിക്കഞ്ചേരി ഗോപാലൻ എന്നാണ്. കാരണം അദ്ദേഹത്തിന്റെ പറമ്പിന്റെ പേരായിരുന്നു മുരിക്കഞ്ചേരി. അദ്ദേഹം വളർന്നത്. അച്ഛനും അതുപോലെ തന്നെ മുരിക്കഞ്ചേരി എന്നാണ് ജനങ്ങൾ അറിയപ്പെട്ടിരുന്നത്. കേളോത്ത് ചെറിയ ഗോപാലൻ എന്ന നിലക്ക് വന്നതാണ്. എൻ്റെ അമ്മയുടെ പേര് നന്ദിനി. അച്ഛൻ വക്കീൽ ഗുമസ്തനാണ്. അമ്മ ഒരു ചെറിയ കാലഘട്ടത്തിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ആ പഴയ അവരുടെ തന്നെ അമ്മയുടെ തന്നെ തറവാട്ട് വഴിയുള്ള ഒരു സ്കൂളിൽ, മൂര്യാടാണ്, പുത്തമ്പുര എന്ന് പറയും. അവിടെ കുഞ്ഞമ്പൂ സ്മാരക സ്കൂളിൽ ഒരു ചെറിയ കാലഘട്ടം അമ്മ ടീച്ചറായിരുന്നു. പിന്നെ അമ്മ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒന്നും വർക്ക് ചെയ്തിട്ടില്ല. അമ്മ ഹൗസ് വൈഫ് തന്നെയായിരുന്നു. അച്ഛൻ ഗുമസ്തനായിരുന്നു. പക്ഷെ ഒരു പ്രത്യേക വക്കീലിൻ്റെത് മാത്രമായിരുന്നില്ല അച്ഛൻ. അച്ഛൻ ഒരു സ്വതന്ത്ര ആയിട്ടുള്ള ഒരു ഗുമസ്തനായിരുന്നു. കാരണം ആ കാലഘട്ടത്തിൽ കക്ഷികൾ ആദ്യം സമീപിക്കുക ഗുമസ്തനെയാണ്. സ്വതന്ത്ര ഗുമസ്തൻ എന്ന് പറഞ്ഞൊരു സംവിധാനം ആ കാലത്ത് സമീപിക്കുക. അച്ഛൻ അപ്പോൾ കേസിന് യോജിച്ച, അവരുടെ സാമ്പത്തിക സ്ഥിതിക്ക് യോജിച്ച ഒരു വക്കീലിനെ, ഒരു കൺസൾട്ടന്റ് റോളായിരുന്നു കൺസൾട്ടേഷൻ. അച്ഛൻ VR കൃഷ്ണയ്യരുടെ പോലും കേസുകൾ ധാരാളം കൊടുത്തിട്ടുണ്ട്. ധാരാളം കേസുകൾ അദ്ദേഹം വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ
ജസ്റ്റിസ് ഭാസ്കരൻ. ഭാസ്കരൻ എൻ്റെ ഞങ്ങളുടെ പഴയ വീട്ടിൽ വന്നത് എനിക്ക് ഓർമ്മയുണ്ട്. ഓ, ജസ്റ്റിസ് ഭാസ്കരൻ. അത്രയും പിന്നെ അച്ഛൻ എപ്പോഴും ഇരുന്നിരുന്നത് കൂത്തുപറമ്പിൽ കുഞ്ഞിരാമൻ വക്കീൽ എന്ന് പറഞ്ഞ ഒരു വക്കീലിൻ്റെ, രാമൻ വക്കീൽ ഓഫീസിലായിരുന്നു. അച്ഛനെ കാണാൻ എപ്പോഴും സാധിക്കും. എത്ര മക്കളായിരുന്നു? അച്ഛന് 3 മക്കളാണ്. എന്തൊക്കെയാണ് അവരുടെ പേര്? നിങ്ങളാണോ മൂത്തയാൾ? മൂത്തയാൾ അല്ല, ഞാൻ ഏറ്റവും ഇളയതാണ്. മൂത്തത് മുരളീധരൻ. അദ്ദേഹം കെൽട്രോണിൽ നിന്ന് അക്കൗണ്ട്സ് ഓഫീസറായിട്ട് റിട്ടയർ ചെയ്തു. രണ്ടാമത്തെ ഏട്ടൻ ബാങ്കിലായിരുന്നു. അദ്ദേഹം യൂണിയൻ ബാങ്കിൽ നിന്ന് ചീഫ് മാനേജറായിട്ട് റിട്ടയർ ചെയ്തു. ഉദയഭാനു. മൂന്നാമത്തെ മക്കളാണ്. അതെ, 3 ആൺമക്കൾ. ഒരാള് കെൽട്രോണില്, ഒരാള് രണ്ടാമത്തെ ആള് ബാങ്കില്, മൂന്നാമത്തെ ആളാണ് അഭിഭാഷകനായത്. അച്ഛനൊരു ഗുമസ്തനായിട്ട് മൂത്ത 2 പേര് എന്തുകൊണ്ട് ഈ LLB-യിലേക്ക് വന്നില്ല? മൂത്ത ജ്യേഷ്ഠൻ പഠിച്ചതും ഒക്കെ മാത്തമെറ്റിക്സ് ആയിരുന്നു. അത് ഏട്ടൻ്റെ ആപ്റ്റിറ്റ്യൂഡ് മാത്തമെറ്റിക്സ് ആണ്. ഒറ്റപ്പാലത്ത് നിന്നാണ് MSc ചെയ്തത്. പിന്നെ ടൈറ്റസ് ബി.എഡ് കോളേജിൽ നിന്ന് B.Ed ചെയ്തു. പക്ഷേ ഏട്ടൻ ഇത് വന്നപ്പോൾ കെൽട്രോണാണ് പ്രിഫർ ചെയ്തത്. അന്ന് PSC മുഖാന്തരം തന്നെയാണ് കെൽട്രോണിൽ കിട്ടുന്ന ഏട്ടന്. പിന്നെ ഉദയഭാനു ഏട്ടൻ ലോ പഠിച്ചതാണ്. LLB കഴിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്യേഷ്ഠൻ സെക്കൻഡ് ഇയർ ആയപ്പോഴാണെന്ന് തോന്നുന്നു യൂണിയൻ ബാങ്കിൽ സെലക്ഷൻ വന്നപ്പോൾ ജ്യേഷ്ഠൻ അങ്ങോട്ടേക്ക് പോയി. യൂണിയൻ ബാങ്ക് സെലക്ട് ചെയ്തു. ലോ പക്ഷേ കംപ്ലീറ്റ് ചെയ്തു. ലോ ഗ്രാജുവേറ്റ് ആണ് ഏട്ടൻ. താങ്കളുടെ പ്രാഥമിക വിദ്യാഭ്യാസം എവിടെയായിരിക്കും? ഞാൻ ഇതിനടുത്ത് തന്നെയുള്ള LP സ്കൂൾ, ഇതിനടുത്ത് തന്നെ ഒരു 500 മീറ്റർ അകലെ 4ാം ക്ലാസ്. സ്കൂളിന്റെ പേര് ഓർമ്മയുണ്ടോ? നരവൂർ നോർത്ത് LP സ്കൂൾ എന്ന സർക്കാർ വിദ്യാലയം അല്ല, പ്രൈവറ്റ് മാനേജ്മെന്റ് ആണ്. നരവൂർ നോർത്ത് LP സ്കൂൾ. അത് കഴിഞ്ഞ് ഞാൻ കൂത്തുപറമ്പ് ഹൈസ്കൂൾ. എല്ലാം സർക്കാർ വിദ്യാലയങ്ങളിലൂടെ തന്നെയാണ്. സാധാരണ വിദ്യാലയങ്ങൾ. 10ാം ക്ലാസ് വരെ അവിടെ പഠിച്ചു. ഈ 10 വരെയുള്ള കാലഘട്ടമാണ് നമ്മുടെ മനസ്സിൽ എപ്പോഴും തെളിഞ്ഞു നിൽക്കുന്ന ഒരു വിദ്യാഭ്യാസ കാലഘട്ടം. കുറേയൊക്കെ റേഞ്ച് മാറി. അപ്പൊ ഈ 10 വരെയുള്ള കാലഘട്ടം മനസ്സിൽ തങ്ങി നിൽക്കുന്ന, കൂത്തുപറമ്പ് അന്ന് ഗ്രാമീണമായ ഇന്നത്തെ ഈ പളപളപ്പും ഇന്നത്തെ ഈ നാഗരിക സൗകര്യങ്ങളൊന്നുമില്ല, ഗ്രാമീണ അന്തരീക്ഷമാണ്. ആ കാലഘട്ടത്തിൽ ഏറ്റവും മനസ്സിന് സന്തോഷം നൽകിയ ഓർമ്മകളോട് സഞ്ചരിക്കാൻ പറ്റും. വളരെ എപ്പോഴും ഓർക്കാൻ പറ്റുന്ന സന്തോഷം നൽകിയ ഓർമ്മകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ അന്നത്തെ യൂത്ത് ഫെസ്റ്റിവൽ ആനിവേഴ്സറി ഹൈസ്കൂളിൽ, അപ്പോൾ അതിൻ്റെ കോമ്പറ്റീഷൻസിലൊക്കെ പ്രസംഗമായാലും ശരി എല്ലാം essay കോമ്പറ്റീഷനും ഇതൊക്കെ പ്രൈസ് കിട്ടുമായിരുന്നു. വളരെ സന്തോഷകരമായ ഒരു കാലഘട്ടമായിരുന്നു അത്. LP സ്കൂൾ ഇവിടെ അടുത്താണ്. അന്ന് അച്ഛൻ അറിയുന്നവരാണ് എല്ലാവരും. അപ്പോൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് അവിടെ കൊണ്ടുപോകും. പിന്നെ ബ്രദറുടെ തണലിലായിരുന്നു. ഇറ്റ്സ് ഓക്കെ. അത് കഴിഞ്ഞു. പിന്നീടാണ് ഞാൻ ഹൈസ്കൂളിലെത്തി. അതിൻ്റെ അകത്ത് ഒരു കാര്യം പറയാനുള്ളത്, മന്മഥൻ സാറ് അന്നൊരു ആനിവേഴ്സറിക്ക്, അന്ന് അപ്പുക്കുട്ടി അടിയോടിയായിരുന്നു ഹെഡ് മാസ്റ്റർ. മന്മഥൻ സാറ് ഒരു ആനിവേഴ്സറിക്ക് വന്നത് എനിക്ക് ഓർമ്മയുണ്ട്. MP മന്മഥൻ MG കോളേജാണെന്ന് തോന്നുന്നു, പ്രിൻസിപ്പളായിരുന്നു തോന്നുന്നു, ട്രിവാൻഡ്രം. അദ്ദേഹം സർവോദയ നേതാവായിരുന്നു, ഗാന്ധിയൻ. അദ്ദേഹം എനിക്ക് ഒരു ഓട്ടോഗ്രാഫ് തരികയാണ്. അമ്മയാണ് കൊണ്ടുപോയി ഓട്ടോഗ്രാഫിൽ അദ്ദേഹം എഴുതിയ വാക്കുകൾ ഇന്ന് ഞാൻ ഓർക്കുന്നു. നമിക്കുലുയരാം, നടുകിൽ തിന്നാം, നൽകുകിൽ നേടിയിടാം, നമുക്കു നാമേ പണിവതു നാഗം, നരകവും അതുപോലെ. ആ സമയത്ത് അതിൻ്റെ അർത്ഥം പൂർണ്ണമായൊന്നും മനസ്സിലായില്ലെങ്കിലും കാലം കടന്നുപോയപ്പോൾ അതിൻ്റെ അർത്ഥം പൂർണ്ണമായും മനസ്സിലാക്കി. സ്കൂൾ കാലഘട്ടത്തിൽ മനസ്സിന് നൊമ്പരം ഉണ്ടാക്കിയ എന്തെങ്കിലും ഒരു അനുഭവത്തിലൂടെ പോകാൻ പറ്റും? നമ്മുടെ ഓർമ്മയിൽ ഇപ്പോൾ ചെറുപ്പകാലത്തുണ്ടായ ചില അനുഭവങ്ങൾ മനസ്സിൽ നിന്ന് മായാതെ നിൽക്കും. അതെപ്പോഴും എല്ലാ കാലത്തും നിലനിൽക്കും. അങ്ങനെ നൊമ്പരമുണ്ടാക്കിയൊരു കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ആ കാലഘട്ടത്തിൽ വായിച്ച ഒരു കഥ, ആ കഥ എൻ്റെ ജീവിതത്തിൽ വളരെ സ്വാധീനം ചെലുത്തി. അത് ഞാൻ മനസ്സിലാക്കുന്ന ടോൾസ്റ്റോയുടേതാണെന്നാണ് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത ഒരു കഥ. അത് കഥയുടെ ഏറ്റവും രത്ന ചുരുക്കം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റഷ്യയിലാണ് സംഭവിക്കുന്നത്. ഒരു കച്ചവടക്കാരെ ഒരു യാത്രയിൽ അയാളുടെ ഭാണ്ഡക്കെട്ടും എല്ലായിട്ട് ഒരു സത്രത്തിൽ ജീവിക്കുകയാണ്, താമസിക്കുകയാണ്.
ആ സത്രത്തിൽ തന്നെ താമസിച്ചിരുന്ന ഒരാൾ പിറ്റേന്നും ഇവർക്ക് കുറച്ച് പേരൊക്കെ ഉണ്ട് രാത്രി കിടന്നുറങ്ങി പിറ്റേന്നും മരണപ്പെടുന്നു. കുത്തിക്കൊല ചെയ്യപ്പെട്ടിട്ടാണുള്ളത്. അന്നത്തെ പോലീസ് വരുന്നു. സാർ ഭരണകാലത്തും ആയിരുന്ന പോലെയാണുള്ളത്. പോലീസ് വരുന്നു. പോലീസ് പരിശോധിക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ ഭാണ്ഡത്തിൽ നിന്ന് ഒരു രക്തം പുരണ്ട കത്തി കണ്ടുകിട്ടുന്നു. ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നു. ഗലോസിലേക്ക് പോകുന്നു. ഗലോ എന്ന് പറഞ്ഞാൽ പണി ഇതായിട്ടുള്ള ഇതിലേക്ക്. ഒരു 10-20 വർഷം കഴിഞ്ഞതിന് ശേഷം ഒരാളെ അയാളെ കാണാൻ വരുന്നു. വന്നിട്ട് പറയുന്നു, അന്ന് ആ ചെയ്തത് ഞാനാണ് നിങ്ങളുടെ ഭാണ്ഡത്തിൽ കത്തിവെച്ചത് എന്ന് പറയുന്നു. അന്നേരം അദ്ദേഹം പറയാണ്, എൻ്റെ യൗവനവും എൻ്റെ ജീവിതവും എല്ലാം നഷ്ടപ്പെട്ടു, എൻ്റെ കുടുംബവും എല്ലാം എന്തായി എന്നൊന്നും എനിക്കറിയില്ല, എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇനി നിങ്ങൾ ഇത് ഏറ്റെടുത്തിട്ട് ഒരു കാര്യമില്ല. അദ്ദേഹം പറയാണ്, ഞാൻ ഏറ്റെടുക്കാമെന്നാണ്. ഇനി ഏറ്റെടുത്തിട്ട് ഒരു കാര്യമില്ല, കടന്നുപോയ കാലം ഇനി എനിക്ക് ഒരിക്കലും തിരിച്ചു കിട്ടില്ല. ഇതാ അന്ന് വല്ലാതെ മനസ്സിനെ വിഷമിപ്പിച്ചൊരു കാര്യം. ഹൈസ്കൂൾ വിദ്യാർത്ഥിയുടെ മനസ്സിൽ വല്ലാതെ മനസ്സിനെ വേദനിപ്പിച്ചൊരു കാര്യമായിരുന്നു ആ ഒരു ചിന്ത. പിന്നീടുള്ള എൻ്റെ ജീവിതത്തിൽ വക്കീലായപ്പോഴാകട്ടെ ജഡ്ജായപ്പോഴാകട്ടെ ഈ ഒരു ചിന്ത ഒരിക്കലും കഥ എപ്പോഴും മനസ്സിലുണ്ടായിരുന്നു. ഒരു നീതിന്യായത്തിൽ പറയുമ്പോഴും ഈ ഒരു കഥ തന്നെ. ജസ്റ്റിസ് ജ്യോതീന്ദ്രനാഥിന്റെ 10ാം ക്ലാസ് വരെയുള്ള ജീവിതം നമ്മൾ കേട്ടു. ഇനി നമുക്ക് അന്നത്തെ കാലത്ത് പ്രീ ഡിഗ്രി ആയിരിക്കണം. നമുക്ക് അങ്ങോട്ടൊന്ന് കിടക്കാം. എങ്ങനെയാണ് പ്രീ ഡിഗ്രി എവിടെയാണ് പഠിക്കുന്നത്? പ്രീ ഡിഗ്രി നിർമ്മഗിരി കോളേജിലാണ്. വീടിന്റെ പരിസരത്ത് ഇപ്പോഴും ഓർക്കുന്നത് എന്നെ ചേർക്കാൻ കൊണ്ടുപോയത് എൻ്റെ ബ്രദറാണ്. അന്ന് അവിടെ തന്നെ പഠിക്കുന്നത്. അച്ഛനൊന്നുമല്ല, ബ്രദർ ചേർത്തു. പോയി അപ്പോഴേ SLC മാർക്ക് ഉണ്ടായിരുന്നു. അത് റാങ്ക് കാലഘട്ടമാണല്ലോ. SLC മാർക്കുണ്ട്, നല്ല മാർക്കുള്ളത് കൊണ്ട് ഏത് സബ്ജക്റ്റും കിട്ടുമായിരുന്നു. അപ്പോൾ എൻ്റെ ബ്രദർ പറഞ്ഞു, നീ ബയോളജി എടുത്തോ, കാരണം എന്താ വെച്ചാൽ പിന്നീട് വേണമെങ്കിൽ നിനക്ക് ആർട്സ് സബ്ജക്റ്റിലേക്ക് ഒന്ന് പോകാം. ആൾക്കാരൊക്കെ ഈ റെക്കോർഡൊക്കെ എടുത്ത് നടക്കുമ്പോൾ എന്തോ വലിയ സംഭവം അതെന്ന് വിചാരിക്കും. നടക്കട്ടെ. അങ്ങനെ ഒരു ബയോളജി സ്റ്റുഡൻ്റായി ബയോളജി. പക്ഷേ നിർമ്മൽ കോളേജിൽ പിന്നെ PDCയും ഡിഗ്രിയും ഒക്കെ ഞാൻ അടിച്ചു പൊളിച്ചിട്ടാണ്. ഇല്ലാന്ന് പറയില്ല ഞാൻ, പറയില്ലെങ്കിലും രാഷ്ട്രീയം ഉണ്ടായിരുന്നു. നല്ല വള്ളോപ്പള്ളി സ്ഥാപിച്ച കോളേജാണ്. വളരെ കർക്കശമാണ് അവിടുത്തെ മാനേജ്മെന്റ് സംവിധാനങ്ങൾ. അന്ന് ആരായിരുന്നു മാനേജറായിട്ടുണ്ടായിരുന്നത്, ഓർമ്മയുണ്ടോ? മാനേജറെ ഓർമ്മയില്ല, വടക്കമൂലയല്ല, മാനേജറെ ഓർമ്മയില്ല. പക്ഷേ പ്രിൻസിപ്പൽ അന്ന് ഡിഗ്രി സമയത്ത് ജോസഫ് സാറായിരുന്നു, PDC സമയത്ത് ഈനാശു ആയിരുന്നു. ആ കാലഘട്ടത്തിലെ സൗഹൃദമൊക്കെ എങ്ങനെ? താങ്കളുടെ ആ സൗഹൃദ വലയത്തിൽ നല്ല സൗഹൃദമായിരുന്നു. പൊളിറ്റിക്സോ ഇതൊന്നും തന്നെ സൗഹൃദത്തെ ഒരിക്കലും ബാധിച്ചിരുന്നില്ല. താങ്കളുടെ ബാച്ചിൽ ഉണ്ടായിരുന്ന ഇന്നത്തെ കാലഘട്ടത്തിലുള്ള ആളുകൾ ആരൊക്കെയാണ് ഓർമ്മയിൽ? അന്ന് നമ്മുടെ പാനൂരുള്ള സുരേന്ദ്രൻ, പൊളിറ്റിക്സിലുള്ള സുരേന്ദ്രൻ ഉണ്ട്. ബിസിനസ് മാഗ്നറ്റ് ആയിട്ടുള്ള മിസ്റ്റർ പുരുഷോത്തമൻ, എക്സ്പോർട്ട്. പിന്നെ ഇവിടെ ഫോറിനിലൊരു മാനേജിങ് ഇതിലുള്ള ഒരു വിജയറാമുണ്ട്. അങ്ങനെ സുരേന്ദ്രനൊക്കെ പഠിക്കുന്ന ഒരു കാലമുണ്ടല്ലോ. സുരേന്ദ്രനും അങ്ങനെ കുറേ ആ കാലഘട്ടമല്ല, അവരൊക്കെ ജൂനിയേഴ്സ് ആയിരിക്കും നിങ്ങളുടെ, അല്ലേ? ആയിരിക്കണം. ഇവൻ എം വി ജയരാജൻ പോലും എൻ്റെ ജൂനിയർ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കോളേജ് കാലഘട്ടത്തിലെ ഓർമ്മകൾ എന്തൊക്കെയാണ്? കോളേജ് കാലഘട്ടത്തിൽ അങ്ങനെ കാര്യമായ ഓർമ്മകളൊന്നുമില്ല. നല്ലവണ്ണം എൻജോയ് ചെയ്തിരുന്ന ഒരു കാലഘട്ടമാണ് മാത്രമേ ഉള്ളൂ. അതാണ് ഒരു പ്രത്യേകത. കലാരംഗത്ത് കാര്യമായിട്ട് ഉണ്ടായിരുന്നില്ല. എനിക്ക് ഇപ്പോൾ ഒന്നും ഒരു ഓർമ്മയുള്ളത്, അന്നൊരു കോമ്പറ്റീഷനിൽ ഞാൻ പങ്കെടുത്തു, essay കോമ്പറ്റീഷനിൽ. ആ essay കോമ്പറ്റീഷനിൽ ഇംഗ്ലീഷ് essayയിൽ അന്ന് ഡെമോക്രസി, ആ ഡെമോക്രസിയെ പറ്റി വന്ന് എമർജൻസി ആ കാലഘട്ടത്താണ്. അതിൻ്റെ ലാസ്റ്റ് ഇതായിട്ടുള്ള സമയത്ത് എമർജൻസിയെ പറ്റി ഉള്ള അതിനെ എതിർത്തുകൊണ്ട് തന്നെയുള്ളൊരു essay എഴുതിയെങ്കിലും വാല്യൂ ചെയ്ത ആളുടെ മാഹാത്മ്യമോ എന്താണെന്ന് അറിയില്ല, എനിക്ക് പ്രൈസ് തന്നിരുന്നു. പിന്നെ വേറെ ഒന്നിനും അങ്ങനെ മത്സരിക്കാൻ ഒന്നും ഇല്ല. ആ സമയത്ത് പഠനവും അടിച്ചുപൊളിയും തന്നെ. അടിച്ചുപൊളി എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ആംഗിളിൽ അടിച്ചുപൊളി? എല്ലായിടത്തും ഫ്രണ്ട്സുമായിട്ട് വലിയ
അന്ന് കോളേജുകളിൽ വലിയ ഫ്രണ്ട്സ് ഇതുണ്ടായിരുന്നു, സൗഹൃദ വലയം ഉണ്ടല്ലോ. ആ നിലക്ക് ഹാപ്പി ആയിട്ട് അങ്ങനെ. പ്രണയം ഉണ്ടായിരുന്നു? ഇല്ല, പ്രണയങ്ങൾ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പ്രണയം ഇല്ലാതിരിക്കൂല്ലോ. ഇല്ല, പേടിച്ചിട്ടാണ് കുടുംബം ഡിഗ്രി കഴിഞ്ഞിട്ട് പിന്നെ നെക്സ്റ്റ് ഡിഗ്രി കഴിഞ്ഞു. ഡിഗ്രി കഴിഞ്ഞപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ജോലി, ആ ഒരു കാലഘട്ടത്തിൽ പെട്ടെന്നൊരു ജോലി കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് വിഷമമാണ്. എല്ലാവരും BEd കഴിച്ച് അധ്യാപകരാകുക, അല്ലെങ്കിൽ ബാങ്ക് ടെസ്റ്റ് എഴുതി ബാങ്ക് ക്ലർക്കാകുക, ഇതൊക്കെയായിരുന്നു. അപ്പോൾ ഞാനൊന്ന് ബിസിനസ്സിലേക്ക് പോയാലോ എന്നുള്ള ഒരു ഡിഗ്രി കഴിഞ്ഞപ്പോൾ എന്നുള്ള ഒരു മോഹം ഉണ്ടായി. അത് പ്രകാരം അന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്റർപ്രന്യേഴ്സ് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് ഒരു ആപ്ലിക്കേഷൻ വിളിച്ചു. അപ്പോൾ ഞാനത് അപ്ലൈ ചെയ്തു. ഞാനും നേരത്തെ ഞാൻ ബിസിനസ് മാഗ്നറ്റ് എന്ന് പറഞ്ഞ പുരുഷോത്തമനും അപ്ലൈ ചെയ്തു. ബിസിനസ് അദ്ദേഹത്തിൻ്റെ അച്ഛനും ഒരു ക്രേപ്പ് ഇതിൻ്റെ ടെക്സ്റ്റൈൽസിൽ ഉള്ളതാണ്. ഞങ്ങൾ രണ്ടുപേരും സെലക്ട് ചെയ്യപ്പെട്ടു. അങ്ങനെ ഏകദേശം 1.5 മാസത്തോളമുള്ള ഒരു പരിശീലനം എന്റർപ്രൈനർ, അതിൻ്റെ അകത്ത് ഫീസിബിലിറ്റി നോക്കുന്നതും കംപ്ലീറ്റ് അക്കൗണ്ടൻസി, അതിൻ്റെ എല്ലാ വശങ്ങളും ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞു. അപ്പോഴേ ഞാൻ ഒരു ലാബൽ, അതായത് കൊടകൾക്കും ബനിയൻസിനും അതുപോലെ റെഡിമെയ്ഡ് ഇതിനും ഒക്കെ ഉപയോഗിക്കുന്ന ലാബൽ ഉണ്ടല്ലോ, അത് ഉണ്ടാക്കുന്ന ഒന്ന് തുടങ്ങാമെന്ന് ഒരു കമ്പനി തുടങ്ങാം. ജക്കാർഡ് ആണ് ഉപയോഗിക്കുന്നതിന്. അതിന് തിരുപ്പൂരൊക്കെ പോയി അതിൻ്റെ എല്ലാ ഇതുകളും, പിന്നെയുള്ളത് ഫോറിൻ മെഷീൻ വരുന്നുണ്ട്, ബ്രദേഴ്സിൻ്റെ ആണ്, പ്രിൻറ്റിങ് ആയാലും ശരി, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഒക്കെ പഠിച്ചു. നമ്മുടെ നാട്ടിലില്ല, അതിൻ്റെ സിൽക്ക് ത്രെഡ്സ് ആണ് കൊണ്ടുവരേണ്ടത്. എല്ലാ കാര്യങ്ങളും പഠിച്ചിരിക്കുമ്പോഴാണ് ഒരു സുപ്രഭാതത്തിൽ അച്ഛൻ വിളിക്കുന്നത്. അച്ഛൻ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ആയിഷ ഉണ്ട്, അതൊക്കെയാണ് അതിന് അവർക്കൊക്കെ ഇതിന്റെ ആവശ്യം. കുറെ കമ്പനികളുണ്ട്, പിന്നെ അങ്ങനെ കമ്പനികളുണ്ട്. അതിൻ്റെ അകത്ത് ഞാൻ മനസ്സിലാക്കി ടൈലേഴ്സ് ആർ യൂസിങ് ഇറ്റ്. അപ്പോഴേ ഞാൻ മനസ്സിലാക്കി ഐഷ ഹോസിയറി പോലെ തന്നെ ഞാൻ അതിനെ വ്യൂ ചെയ്തത് എന്താന്ന് വെച്ചാൽ, ഒരൊറ്റ പർച്ചേസറോ 1-2 പർച്ചേസറോ അല്ലാതെ അതിനെ ശരിക്കും 2 ഭാഗമാക്കിയിട്ട് ടൈലേഴ്സ് പോലെയുള്ള ചെറുകിടക്കാർക്കും എല്ലാം കൊടുക്കുക, മൊത്തത്തിലുള്ള ആൾക്കാർക്കും കൊടുക്കുക. അപ്പൊ ഓരോ പാർട്ടി പെട്ടെന്ന് നിർത്തിയാലും ബിസിനസ്സിലൊന്നും വരാതെ പറ്റില്ല. അപ്പൊ നല്ല ബിസിനസ് ആയിട്ട് നല്ലൊരു പ്ലാനിംഗ് ആണ്. പ്ലാനിങ്ങോട് കൂടിയാ, ട്രെൻഡാണ് പ്ലാനിങ്ങോട് കൂടി. അത് തുടങ്ങുമ്പോഴാണ് അച്ഛൻ ഒരിക്കൽ എന്നെ വിളിച്ചു. ഞാൻ വിചാരിച്ചു എന്താണ് ഇത്ര സീരിയസ് ആയിട്ട് തന്നെ. ആ സമയമാകുമ്പോഴേക്ക് എൻ്റെ രണ്ടാമത്തെ ബ്രദർ യൂണിയൻ ബാങ്കിലേക്ക് പോയിരുന്നു, ജോയിൻ ചെയ്ത് കഴിഞ്ഞിരുന്നു. ഏട്ടനൊപ്പം പ്രാക്ടീസ് ചെയ്യില്ല എന്നുള്ള ഏകദേശം അച്ഛൻ ഗുമസ്തന്റെ മനസ്സിൽ ആ സ്വപ്നം അവിടെ കിടക്കുന്നുണ്ട്. അച്ഛൻ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, മോനെ എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ്, BEd. അവരുടെ വൈഫും പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ്. രണ്ടാമത്തെ ജ്യേഷ്ഠൻ LLB ആണ്, ബാങ്ക് എംപ്ലോയി ആണ്. അവരുടെ വൈഫും ഒരു ലോ ഗ്രാജുവേറ്റ് ആണ്. അപ്പോൾ നീ ഇങ്ങനെ മതിയോ, ഒരു ഡിഗ്രി മതിയോ? അവരുടെ എല്ലാം പോക്കത്തിൽ നീ കുറയില്ലേ, നീ ഒന്ന് LLBക്ക് ചേരാൻ ആലോചിച്ചൂടെയെന്ന് ചോദിച്ചു. അച്ഛൻ പറഞ്ഞപ്പോൾ അച്ഛൻ്റെ മനസ്സും കൂടി ഞാൻ കണ്ടിട്ടായിരിക്കാം ഞാനത് ആക്സെപ്റ്റ് ചെയ്തു. ഞാൻ നേരെ മൈസൂർ പോയി SB ലോ കോളേജിൽ അങ്ങോട്ട് ജോയിൻ ചെയ്തു. ഒറ്റയ്ക്ക് തന്നെ പോയി ചേരായത്. അന്ന് 3 വർഷത്തെ അന്ന് ജോയിൻ ചെയ്തു. അതൊക്കെ കഴിഞ്ഞു. ലൈഫ് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല ലൈഫായിരുന്നു, നല്ലതായിരുന്നു. സീനിയേഴ്സ് ഒക്കെ മലയാളികളുണ്ട്. സീനിയർ അഡ്വക്കേറ്റ് ആയ മിസ്റ്റർ ആനന്ദ് ഈ മൈസൂർ, അവിടെ ആ കാലഘട്ടത്തിലുള്ളതാണ്. ഇപ്പം ട്രിവാൻഡ്രത്ത് വർക്ക് ചെയ്യുന്ന കൃഷ്ണൻ ഭണ്ഡാരത്തിലൊക്കെ എൻ്റെ ക്ലാസ്മേറ്റ്സ് ആയിട്ട് അന്നുണ്ട്. അവരൊക്കെ, ആനന്ദ് ഒരു സീനിയർ ലോയർ, സക്സസ്ഫുൾ ലോയറാണ് ഇപ്പോഴും ഇവിടെയുള്ള ഹൈക്കോർട്ടിലുള്ള. അപ്പോൾ അത് കഴിഞ്ഞു വന്നപ്പോൾ എൻ്റെ ഇൻഡസ്ട്രിയിലേക്കുള്ള താല്പര്യം വളരെ കുറഞ്ഞിരുന്നു. പഠിച്ചു വന്നപ്പോൾ ഇത് തരക്കേടില്ലാത്തൊരു ഇതാണ്. അവിടെ വന്നു അച്ഛൻ അപ്പോഴും എന്നോട് ചോദിച്ചു, നീ കൂത്തുപറമ്പിലാണോ അല്ല തലശ്ശേരി ആണെങ്കിൽ കുറച്ച് നിയമമൊക്കെ വിവരം ഉണ്ടാവും, കൂത്തുപറമ്പാണെങ്കിൽ വിവരം ഉണ്ടാവില്ല, പക്ഷെ പൈസ കിട്ടും. ഏതാ വേണ്ടെന്ന് ചോദിച്ചു. ഞാൻ വിവരം മതിയെന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, തലശ്ശേരി ആണെങ്കിൽ ഇവിടുന്ന് ദിവസവും ബസ്സിന്റെ പൈസ വാങ്ങിയിട്ട് പോയിക്കൊള്ളുക, വേറെ കാര്യമായിട്ട് പൈസ കിട്ടും, ഇവിടുന്ന് ഒന്നും മേടിക്കേണ്ടി വരില്ല, കുറച്ച്
കമ്മീഷൻ, സിവിൽ കേസിൽ കുറച്ച് കമ്മീഷനും കുറച്ച് PT കേസുകളും ഇതൊക്കെ ഉണ്ടാവും. അത്ര വലിയൊരു കോമ്പറ്റീഷൻ ഉണ്ടാവില്ല, ആളുകളുടെ എണ്ണം കുറവാണ്. അവിടെ അതല്ല, അവിടെ എണ്ണം കൂടുതലാണ്, കോമ്പറ്റീഷനും ഉണ്ട്. തലശ്ശേരി പ്രിഫർ ചെയ്തു, ബാലൻ വക്കീലിനെയാണ് അച്ഛൻ പ്രഗത്ഭനായ അഭിഭാഷകരിൽ ഒരാളാണ് കൊണ്ടുപോയി ഇൻട്രൊഡ്യൂസ് ചെയ്തു. ബാലൻ വക്കീൽ പിന്നെ എന്നെ ഒരു സ്വന്തം മകനെ പോലെ. അന്ന് എത്ര ജൂനിയേഴ്സ് ഉണ്ട് ബാലൻ വക്കീലിന്? അന്ന് ഞാൻ പോകുമ്പോൾ തന്നെ ഏകദേശം 5-10 ജൂനിയേഴ്സ് ഉണ്ട്. പിന്നീട് ഞാൻ അവസാനം ജില്ലാ ജഡ്ജായിട്ട് പോകുമ്പോൾ ഏകദേശം 20ഓളം ജൂനിയേഴ്സ് ഉണ്ട്. എനിക്ക് സ്വതന്ത്രമാകാൻ ബാലേട്ടൻ എപ്പോഴും വേണ്ട എന്ന് പറയുമായിരുന്നു. കാരണം ഇപ്പം കേരളത്തിൽ എനിക്ക് തോന്നുന്ന തലശ്ശേരിയിൽ ഒരു വക്കീലിനും 20 ജൂനിയേഴ്സ് ഇല്ല. ബാലേട്ടൻ ഞാൻ സ്വതന്ത്രമായിട്ട് പോകാൻ ഒരു 5 വർഷം കഴിയുമ്പം തന്നെ നോക്കി. അപ്പോഴും ബാലേട്ടൻ വേണ്ടെന്ന് പറഞ്ഞു. എന്താ ബാലേട്ടൻ അതിന് പറയുന്ന കാരണം? ബാലേട്ടൻ പറയേണ്ട കാരണം, ബാലേട്ടന് അവിടെ പിന്തുടർച്ചയായിട്ട് ഒരു മോളാണ്, അത് ഡോക്ടറാണ്. അതും ഡോക്ടർ അതല്ല ഡോക്ടറാണ്. അപ്പോഴാ ഓഫീസ് പിന്തുടരാനുള്ള ഒരു ഇതായിരുന്നു ആ ഓഫീസ്. അദ്ദേഹത്തിന് ഒരു പിൻഗാമി എന്ന നിലക്ക് താങ്കളെ അദ്ദേഹം കണ്ടിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ജില്ലാ ജഡ്ജിയുടെ പോസ്റ്റിന് കൊടുക്കുന്ന പോലും ബാലേട്ടനോട് പറഞ്ഞിട്ടില്ല. പറഞ്ഞാൽ ചില സമയം വേണ്ടാന്ന് പറഞ്ഞാൽ ധിക്കരിച്ചിട്ട് കൊടുക്കാനും പറ്റില്ല. എനിക്ക് ബാലേട്ടനെ ധിക്കരിക്കുന്ന പ്രശ്നമില്ല. എത്ര കാലമാണ് തലശ്ശേരിയിൽ പ്രാക്ടീസ് ചെയ്തിരുന്നത്? പ്രാക്ടീസ് ചെയ്ത് ഏകദേശം 15 വർഷത്തോളം പ്രാക്ടീസ് ചെയ്തു. അതിൽ ഓർമ്മിക്കാൻ തക്കത്, അധികം കേസിനെ പറ്റി എനിക്ക് പറയാൻ ഇഷ്ടമില്ലാത്ത, എന്നാലും ആദ്യമായിട്ട് ഞാൻ കേസ് നടത്തുന്നത്, മർഡർ കേസ് നടത്തുന്നത് ഒരു 2 വർഷത്തിന് ശേഷമാണ് പോയതിന് ശേഷം. ആദ്യം നിങ്ങൾ അപ്പയർ ചെയ്യുന്ന ഏത് കേസിലാണ്? അവിടെ പോയിട്ട് ഫസ്റ്റ് ബാലൻ വക്കീൽ നിങ്ങളോട് പോയി എന്ന് പറയാൻ അത് ഓർമ്മയില്ല. ഏകദേശം ഞാൻ ആദ്യം പോകുന്ന ദിവസം ഒരു 5-6 വക്കാലത്തിൽ ഒപ്പിട്ടിട്ട് കീസ് നിറയെ പൈസ ഉണ്ടായിരുന്നു. അത് അച്ഛൻ്റെ വക്കാലത്തുകളാണ്. അതുണ്ടായിരുന്നു, അതുണ്ടായിരുന്നല്ല. അച്ഛൻ ബാലൻ വക്കീലിന് സീനിയർ ബ്രീഫ്, ബാലൻ വക്കീലിനും ഞാൻ ജൂനിയറുമായിട്ട് അക്കാലത്തുകൾ അന്ന് തന്നെ 5-6 എണ്ണം വന്നിരുന്നു. കൂത്തുപറമ്പിലെ പ്രഗത്ഭന്മാർ അന്ന് ഉണ്ടായിരുന്നു, പൈസക്കാരായ ആൾക്കാർ, ക്ലയൻസ്. അച്ഛന്റെ കരുത്തോട് അത് ബാലൻ വക്കീലിന്റെ അച്ഛന്റെ കരുത്ത് എന്താ ഉണ്ടായിരുന്നു, സൗഹൃദം. നമുക്ക് ഈ നീതിന്യായ വ്യവസ്ഥയിൽ ഇന്ത്യയിലെ തന്നെ ആസ്ഥാനമാണ് തലശ്ശേരി. ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഈ നീതിന്യായ വ്യവസ്ഥിതിക്ക് തുടക്കം കുറിക്കുന്നത് തന്നെ തലശ്ശേരി ആസ്ഥാനമായിട്ടാണ്. ജ്യോതിന്ദ്രൻ, അതെന്താണ് സെഷൻസിൽ താങ്കൾ ഒരു 302 നടത്തി എന്ന് പറയുന്നുണ്ട്? ആദ്യത്തെ 302 ഏകദേശം 2 വർഷത്തിന് ശേഷം ഞാൻ പ്രാക്ടീസ് തുടങ്ങി. അതൊരു സ്റ്റേറ്റ് ബ്രീഫായിരുന്നു. സ്റ്റേറ്റ് ബ്രീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വക്കീലില്ലാത്ത കക്ഷിക്ക് കോടതി ഏൽപ്പിച്ചു കൊടുക്കുന്ന വക്കീലാണ്. അന്ന് ഒരു ഹരിദാസ് എന്ന് പറയുന്ന ജഡ്ജായിരുന്നു. അദ്ദേഹത്തിന് എന്നെ വിജിലൻസ് കോടതി, തൃശ്ശൂർ വിജിലൻസ് കോടതിയിൽ ജഡ്ജായിരിക്കുമ്പോൾ ഞാൻ അപ്പിയർ ചെയ്തിട്ട് എന്നെ അറിയാം. ബാലേട്ടൻ്റെ ഒന്നിച്ച് അപ്പിയർ ചെയ്തുകൊണ്ട് അറിയാം. അത് ഒരു പക്ഷേ എൻ്റെ കഴിവിൽ ഒരു വിശ്വാസം ഉള്ളത് കൊണ്ടായിരിക്കാം അത്ര യങ്ങസ്റ്റർ ആയിട്ട് പോലും എന്നെ ഒരു കൊലക്കേസ് അന്ന് ഏൽപ്പിച്ചത്. ഫാക്സിനെ പറ്റി ഞാൻ അധികം പറയാൻ വിമുഖനാണ്, എന്നാലും പറയാം. ആ കേസ് കഥാപാത്രങ്ങളുടെ പേരൊന്നും പറയാതെ പറയാം. അത് ഒരു ഭർത്തൃമതിയായ യുവതി, സ്ത്രീ, മറ്റൊരു അടുത്ത നെയ്ബറുമായിട്ടുള്ള പ്രേമത്തിൻ്റെ ഫലമായി അത് പ്രശ്നങ്ങളായപ്പോൾ എന്നെ ഒന്ന് കൊന്നുവരൂ എന്ന് പറഞ്ഞിട്ട് ആ ചെറിയ പയ്യൻ്റെ, വളരെ യങ്ങായിട്ടുള്ള കാമുകൻ്റെ മടിയിൽ കടന്നുകൊണ്ട് ത്രോട്ടിലിങ്, അതായത് വിരലുകൾ കൊണ്ട് കഴുത്ത് ഞെരിച്ച് കൊന്ന ഒരു കേസാണ്. പയ്യനാണ് കൊല്ലുന്ന അവളെ, പക്ഷേ കാമുകയെ പ്രശ്നങ്ങളുടെ ഇടക്ക്. പക്ഷേ കൊന്നിട്ടും അവൻ അവിടെ നിന്ന് അവിടെ ഉപേക്ഷിച്ച് പോവുകയോ ഒന്നും ചെയ്തില്ല. പോലീസ് വരുന്നവരെ ആ കുട്ടി അവൻ്റെ മടിയിൽ കിടക്കുകയാണ്. യുവതി മരിച്ച് കിടക്കുന്നതാണ്. പോലീസ് വന്നിട്ടാണ് അവനെ റിമൂവ് ചെയ്ത് ഡെഡ് ബോഡി കൊണ്ടുവന്നത്. ഇങ്ങനെയുള്ള ഒരു കേസാണ്. മനഃശാസ്ത്രവും ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല, പക്ഷേ ഞാൻ പറയാം, അത് സ്നേഹത്തിൻ്റെതും ആ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്താനും എല്ലാം ഉള്ള ഒരിതായിരിക്കാം. എനിക്കറിയില്ല, ഇത്രയും പ്രിയപ്പെട്ട കാമുകിയെ പറയാൻ പറ്റില്ല. പക്ഷേ ആ കേസ് നടത്തിയപ്പോൾ ആദ്യം ഏറ്റ കഴിവിൻ്റെ പരമാവധി അന്ന് ഉപയോഗിച്ച് നടത്തിയ കേസാണെങ്കിലും ശിക്ഷിക്കപ്പെട്ടു.
അന്ന് ഒരു തുള്ളി കണ്ണുനീര് വീണു എന്നാണ് എൻ്റെ ഓർമ്മ, ശിക്ഷിച്ചു എന്ന് പറഞ്ഞപ്പോൾ. പക്ഷേ അതിനുശേഷം കാലങ്ങൾ കടന്നുപോയപ്പോൾ മർഡർ കേസുകളൊക്കെ നടത്തുന്നത് യാതൊന്നുമല്ലാതെ മനസ്സിലായി. വേദനകളൊന്നും പിന്നീടുണ്ടായിരുന്നില്ല. അതാണ് ഏറ്റവും ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന ഒരു കേസ്, ആദ്യത്തെ കേസ്. അതിനുശേഷം മനസ്സിൽ പിന്നെ മായാതെ നിൽക്കുന്നതല്ല. ഒരു കേസ് കൂടി ഞാൻ പറയാം, അതേ ഞാൻ പറയില്ല, ഒരു കേസ് കൂടി പറയാം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ജുഡീഷ്യറിയിലേക്ക് വന്നപ്പോൾ നഷ്ടപ്പെട്ടത് എന്താണ് എന്ന് ചോദിച്ചാൽ, ക്രോസ് ചെയ്യാനുള്ള നമ്മുടെ എബിലിറ്റി കാണിക്കാനുള്ള, ക്രോസിങ്ങിലുള്ള കഴിവ് കാണിക്കാനും ക്രോസ് ചെയ്യാനുള്ള അവസരം, അതുപോലെ തന്നെ ആർഗ്യൂ എന്ന് വെച്ചാൽ വാദിക്കാനുള്ള അവസരം, ഇതാണ് ജുഡീഷ്യറിയിലേക്ക് വന്നപ്പോൾ നഷ്ടപ്പെട്ടത്. പ്രിയപ്പെട്ട ശിഷ്യനായും ഏറ്റവും തിരക്കുള്ള ഒരു അഭിഭാഷകനായും നിൽക്കുന്ന സമയത്ത് എന്തുകൊണ്ട് ഒരു ന്യായാധിപൻ്റെ റോളിലേക്ക് പോകാൻ തോന്നി? കാരണം ഈ നല്ല വക്കീലന്മാർ അവരിപ്പോഴും നമ്മുടെ ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള പറയും, ഞാൻ ഗവർണർ പദവി ഒഴിഞ്ഞാൽ ഉടൻ ഞാൻ ഗൗണിട്ട് കോടതിയിലേക്ക് വരുന്നതാണ്. അത്രയേറെ ഹരമുള്ള വലിയൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റിലാണ് പല കേസുകളും അഭിഭാഷകർ സെഷൻസ് കോടതികളിൽ നടത്തുന്നത്. പലപ്പോൾ റിപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ള ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലക്ക് ഞാനത് ആസ്വദിക്കാറുണ്ട്, ആ വാദവും അതിൻ്റെ പ്രതിവാദങ്ങളുമൊക്കെ. എന്തുകൊണ്ട് താങ്കൾ അത്ര സുന്ദരമായി ആഘോഷിച്ച് ജീവിക്കുന്ന ആ കാലഘട്ടത്തിൽ ഈ ന്യായാധിപൻ്റെ റോളിലേക്ക് പോകാനുള്ള ഒരു മനസ്സ് എങ്ങനെയാണ് രൂപപ്പെട്ടത്? ആരാണ് പ്രേരക ശക്തിയായി? പറയാം. 2000 ഒക്ടോബർ മാസത്തിലാണ് ഈ നോട്ടിഫിക്കേഷൻ വരുന്നത് ജില്ലാ ജഡ്ജിൻ്റെ. ഞാൻ ജില്ലാ ജഡ്ജായി പോകാൻ അപേക്ഷ കൊടുക്കാൻ അത്ര ഇഷ്ടമുണ്ടായിരുന്നില്ല, കൊടുത്തതുമില്ല. അങ്ങനെ കടന്നുപോയി. അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എനിക്ക് തോന്നുന്നു ഡിസംബർ 10 or 11 മറ്റോ ആയിരുന്നു, കൃത്യമായിട്ട് ഓർക്കുന്നില്ല. ഡിസംബർ മാസമായിരുന്നു. അപ്പോൾ ആ ഡിസംബർ മാസത്ത് തന്നെ അന്നുണ്ടായിരുന്ന ഒരു അഡീഷണൽ CJM രാജേന്ദ്ര സാറുണ്ട്, പിന്നീട് ശബരിമല കമ്മീഷണറൊക്കെ ആയ CJM രാജേന്ദ്ര സാറിന് ട്രാൻസ്ഫർ വന്നു. ഇടക്കാലത്ത് എന്തായിരുന്നു എന്ന് ഓർമ്മയില്ല, ട്രാൻസ്ഫർ വന്നു. അപ്പോൾ അദ്ദേഹത്തെ ഒന്ന് മീറ്റ് ചെയ്യാം ലാസ്റ്റിൽ എന്നുള്ള നിലക്ക് ഇപ്പോൾ കോഴിക്കോട് പ്രാക്ടീസ് ചെയ്യുന്ന ഷിനോദും എൻ്റെ ഒരു പ്രിയപ്പെട്ട ബിജോയ് വക്കീലും ബിജോയും കൂടി ഞങ്ങളൊന്ന് മീറ്റ് ചെയ്യാം വാന്ന് പറഞ്ഞ് രണ്ടുപേരെയും കൂടിയിട്ട് വന്ന് പറഞ്ഞ് ബിജോയും ഞാനും ഷിനോദും അകത്തേക്ക് കയറി. രാജേന്ദ്ര സാറ് കണ്ട ഉടനെ തന്നെ ജ്യോതി ഡിസ്ട്രിക്ട് ജഡ്ജിന്റെ പോസ്റ്റിന് അപ്ലൈ ചെയ്തിട്ടില്ല എന്നാ ചോദിച്ചത്. ഞാൻ പറഞ്ഞിട്ടില്ല സാർ എന്ന് പറഞ്ഞു. അതൊക്കെ ആയിരിക്കും എടുത്തു വെച്ചിട്ടുണ്ടാവുന്ന പറഞ്ഞു. നമ്മുടെ ഹൈക്കോടതിയിൽ അങ്ങനെ എടുത്തു വെക്കലൊന്നുമില്ല ജ്യോതി അപ്ലൈ ചെയ്യണം എന്ന് വന്നു. അപ്പം ഇറങ്ങുമ്പോൾ തന്നെ പിന്നെ ഷിനോദും ബിജോയും ജ്യോതിയുടെ അപ്ലൈ എന്ന് പറയാൻ തുടങ്ങി, അപ്പുറത്തും ഇപ്പുറത്തും. അപ്പം ഡേറ്റ് ഇവിടെ എത്തിയിരിക്കുന്നു. ഇത് ഡിസംബർ 5 or 6 മറ്റോ ആണ്, ഡിസംബർ 5 മറ്റോ ആണ് കാണുന്നത് അദ്ദേഹത്തെ. ഞാൻ ഉടനെ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ എറണാകുളത്തുള്ള യൂണിയൻ ബാങ്കിലുള്ള ബ്രദറുടെ വൈഫ് വക്കീലാന്ന് പറഞ്ഞല്ലോ, അവരെ വിളിച്ചിട്ട് ഒരു ആപ്ലിക്കേഷൻ കൊറിയർ ചെയ്യാൻ പറഞ്ഞു. അത് വന്നു നോക്കുമ്പോൾ അതിൻ്റെ അകത്തൊരു 100 സർട്ടിഫിക്കറ്റ് വേണം. ഇതൊന്നും 11-ാം തീയതി ആകുമ്പോഴേക്ക് ഇതൊന്നും ശരിയാവില്ല എന്ന് തോന്നി. അതവിടെ ഇട്ട് ഇതൊക്കെ ചെയ്യാം. അപ്പോഴാണ് പോസ്റ്റൽ സമരം, അന്നത്തെ ഒരു പോസ്റ്റൽ സമരം വന്നു. ഹൈക്കോടതി അത് ഡേറ്റ് 27 ആക്കി മാറ്റി, ഡിസംബർ 27 ആക്കി മാറ്റി. ഇത്ര സമയമുണ്ടല്ലോ, പിന്നെ ഇതൊക്കെ ശരിയാക്കി. അത് ശരിയാക്കിയിട്ട് സമയം മെല്ലനെ ഇതൊക്കെ ആകെ ഡിസംബർ 20-നോ 21-നോ മറ്റോ ആണ് ലാസ്റ്റില്. അന്ന് മരിച്ചുപോയ ജഡ്ജായിരുന്നു, സബ് ജഡ്ജായിരുന്ന KG കരുണാകരൻ. ഇത് കുറേ അറ്റസ്റ്റ് ചെയ്യാനുണ്ട്. KG കരുണാകരനെ സാറിൻ്റെ അടുക്കെ ഞാൻ പോയപ്പോൾ ജ്യോതി പോകാന്ന് പറഞ്ഞ് വേഗം ഇതൊക്കെ എല്ലാം ഒപ്പിട്ട് തന്ന്. എൻ്റെ കോളേജിൽ തന്നെ എൻ്റെ ജൂനിയർ ആയിട്ടുള്ള ഒരു വത്സനാണ് അവിടെ ക്ലർക്കായിട്ടുള്ളത്. അവൻ വേഗം എടുത്ത് എല്ലാം സീല് കുത്തി തന്ന്. ഇനി വീട്ടിൽ നിന്ന് വന്ന് അന്ന് കോളേജ് കൂട്ടുകയും ചെയ്തു. ക്രിസ്മസിന് അല്ല, ചെന്ന് നോക്കുമ്പോൾ മനസ്സിലായി ഡിഗ്രി സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്തിട്ടുണ്ട്, സീൽ ചെയ്തിട്ടില്ല. സംഗതി പോയി വിചാരിച്ചു വിട്ടു. അപ്പോൾ 25-നും മറ്റൊരു വർക്കിംഗ് ഡേ ഉണ്ട്. ആ വർക്കിംഗ് ഡേക്ക് ഞാൻ ഇതൊക്കെ ഇങ്ങനെ എടുത്ത് വരുമ്പോൾ സബ് കോടതി തുറന്നിട്ടുണ്ട്, വത്സൻ അവിടെയുണ്ട്. വത്സനോട് ഞാൻ പറഞ്ഞ് ഇങ്ങനെ വിട്ടു, അന്നെന്താ ഇപ്പം തന്നെ എടുത്ത് സീൽ കുത്താന്ന് പറഞ്ഞ് കുത്തി. അത് കൊറിയർ ഇവിടെ അയച്ചു കൊടുത്തു, എറണാകുളത്തേക്ക് അയച്ചു കൊടുത്തു കൊറിയറിന്. അവിടെ നിന്ന്
റാണിയച്ചി, അതായത് ഏട്ടൻ്റെ വൈഫ്, പിന്നീട് ജുഡീഷ്യറിയിൽ കയറിയ നിക്സൺ ഉണ്ട്, പിന്നീട് ജുഡീഷ്യറിയിൽ അന്നത്തെ പിന്നീട് ജില്ലാ ജഡ്ജി അന്നത്തെ പാപ്പച്ചൻ്റെ മോളെ ഭർത്താവ് നിക്സൺ ആണ് ഹൈക്കോർട്ടിൽ ലാസ്റ്റിൽ കൊണ്ടുപോകും. ഒരുപക്ഷെ എൻ്റെതായിരിക്കും ലാസ്റ്റിൽ അവിടെ എത്തിയ ആപ്ലിക്കേഷൻ. ജില്ലാ ജഡ്ജിയുടെ പിന്നീട് ഇന്റർവ്യൂവിലേക്ക് പോകാനുള്ള സാഹചര്യം ഈ പറഞ്ഞ അവസാനം നമ്മൾ പറഞ്ഞു നിർത്തിയെടുത്ത്. ഇപ്പോൾ ഈ സമീപകാലത്ത് തലശ്ശേരിയിലെ ഒരു അഡ്വക്കേറ്റ് ജില്ലാ ജഡ്ജി നിയമനത്തിന് അപേക്ഷ കൊടുക്കുകയും അത് നിരസിക്കപ്പെടുകയും അത് സംബന്ധിച്ച് കുറേ വിവാദങ്ങൾ ഉണ്ടായി. താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ? ഇല്ല, അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അപ്പോൾ അങ്ങനെ ഈ കോടതികളുമായിട്ട് ബന്ധപ്പെട്ട് എപ്പോഴും കേൾക്കുന്നതാണ് അതൊരു താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നു. പക്ഷേ താങ്കളുടെ പോസ്റ്റിങ്ങിൽ അങ്ങനെ ഒരു ഇടപെടലൊന്നും ഉണ്ടായിട്ടില്ല. അവസ്ഥ എന്താണ്? ഹൈക്കോടതി ജഡ്ജി ഇല്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. കാരണം നല്ലൊരു ശതമാനം ജഡ്ജിമാർ നല്ലതല്ല, ഒരു 100-ൽ 99 എന്ന് പറയുമ്പോൾ മനുഷ്യനായതുകൊണ്ട് ഒന്നൊക്കെ വ്യത്യാസം ഉണ്ടാവുമായിരിക്കാം. സ്ട്രേറ്റ് ഫോർവേഡാണ്, ഇല്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, ഈ ജില്ലാ ജഡ്ജിയായിട്ട് ഫസ്റ്റ് സെലക്ഷൻ കിട്ടിയ ആദ്യ പോസ്റ്റിംഗ് എവിടെയായിരുന്നു? ആദ്യം പാലക്കാട് ഒറ്റപ്പാലത്ത് MACT ജഡ്ജായിരുന്നു 3 വർഷം. മോട്ടോർ ആക്സിഡന്റ് ട്രിബ്യൂണൽ ജഡ്ജി. അവിടെ ഏറ്റവും ആദ്യം പരിഗണനക്കെത്തിയ കേസ് അതാണ്. ഒരു അഭിഭാഷകന്റെ റോളിൽ നിന്ന് ന്യായാധിപന്റെ റോളിലേക്ക് എത്തുന്നു. താങ്കൾ സിറ്റിംഗ് ആരംഭിക്കുന്നു. ആദ്യം വന്ന കേസിനെ കുറിച്ച് വല്ല ധാരണയുണ്ടോ? ഇല്ല, കാരണം എൻ്റെ ബ്രെയിൻ നിറച്ചും കേസുകൾ തന്നെയായിരുന്നു. അതില് പിന്നീട് ഇത് തീരുമാനം എടുക്കാനും കൂടി വന്നു. 3 വർഷം അവിടെ കഴിഞ്ഞ് അഡീഷണൽ ജില്ലാ ജഡ്ജി എവിടെയാണ്? ട്രിവാൻഡ്രം. പിന്നെ ഏതൊക്കെ ജില്ലകൾ? പിന്നീട് നേരെ അവിടെ നിന്ന് വന്നത് CBI ജഡ്ജ് എറണാകുളം, കൊച്ചി CBI ജഡ്ജ്. ചെറിയൊരു കാലഘട്ടം അവിടെ നിന്ന് പിന്നീട് ഞാൻ വിജിലൻസ് ജഡ്ജ് കോഴിക്കോട്, ചെറിയൊരു കാലഘട്ടം. കിട്ടില്ല, സ്വന്തം ജില്ലയിൽ കിട്ടില്ല. പിന്നെ അവിടെ നിന്ന് നേരെ തൃശ്ശൂർ പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജായി മാറി. അവിടെ നിന്ന് 3 വർഷം കഴിഞ്ഞിട്ട് വീണ്ടും പാലക്കാട് പ്രിൻസിപ്പൽ ജില്ലാ ജഡ്ജായി. അവിടെ നിന്ന് 2015 ഏപ്രിൽ മാസം 9-ാം തീയതി ഞാൻ ഹൈക്കോടതി ജഡ്ജായി. വിജിലൻസ്, CBI, അഡീഷണൽ ജില്ലാ സെഷൻസിന് തുല്യം അല്ലെ? അപ്പൊ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഹൈക്കോടതി ജഡ്ജി. ഈ ഹൈക്കോടതി ജഡ്ജിയായിട്ട് എങ്ങനെയായിരുന്നു അതിന്റെ ഒരു നടപടിക്രമം? സാധാരണ മനുഷ്യർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. അത് ആദ്യം നമ്മുടെ ഇവിടെയുള്ള കൊളീജിയം നമ്മുടെ റെക്കമെൻഡ് ചെയ്യുന്നു. ആ റെക്കമെൻഡ് ചെയ്തതിന് ശേഷം അത് ഏകദേശം 4 സെറ്റ് ഓഫ് ഇതുണ്ടാവും. നമ്മുടെ ആപ്ലിക്കേഷൻസിൻ്റെ ഒരു 4 സെറ്റ് ഉണ്ടാവും. നമ്മുടെ എല്ലാ ഹൈക്കോടതി തന്നെയാണത് തയ്യാറാക്കുക. ഒന്ന് ഗവൺമെൻറ്റിലേക്ക് പോകുന്നു, ഒന്ന് ഗവർണർക്ക് പോകും, ഒന്ന് സെൻട്രൽ ഗവൺമെൻറ്റിലേക്ക് പോകും, മറ്റൊന്ന് സുപ്രീം കോടതിയിലേക്ക് പോകും. സെൻട്രൽ ഗവൺമെൻറ്റിലേക്ക് പോയത് IBയുടെ ഇൻ്റലിജൻസ് ബ്യൂറോയുടെ ഇതിന് വെക്കും, എൻക്വയറിക്ക് വെക്കും. മറ്റ് 2 2 മാസത്തിനുള്ളിൽ സംസ്ഥാന ഗവൺമെൻറ്റും ഗവർണർ 2 മാസത്തിനുള്ളിൽ അവരുടെ ഇതിനോടുള്ള റെസ്പോൺസ് അറിയിക്കണം. അറിയിച്ചിട്ടില്ലെങ്കിൽ അനുകൂലമാണെന്ന് വെക്കും. ഈ ജില്ലാ ജഡ്ജിയുടെ നിയമനം ശരിക്ക് ഹൈക്കോടതിയല്ലേ നടത്താറ്? ജില്ലാ ജഡ്ജി ഹൈക്കോടതി ജഡ്ജിയുടെ നിയമനം നടത്തുന്നത് ആരാണ് ശരിക്കും? കൊളീജിയം എന്ന് കൊളീജിയം നടത്തിയിട്ട് ശുപാർശ ചെയ്തിട്ട് സുപ്രീം കോടതി കൊളീജിയമാണ് ശരിക്കും ആളുടെ തീരുമാനം എടുക്കുന്നത്. താങ്കൾക്കുള്ള ഉത്തരവ് ഏത് ഉത്തരവാണ്? താങ്കൾ ഒരു ജില്ലാ ജഡ്ജിയായി നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ് കയ്യിലുണ്ട്. അങ്ങനെ ഒരു ഉത്തരവാണ് ഹൈക്കോടതി ജഡ്ജിയായിട്ടുള്ള ഉത്തരവ് താങ്കളുടെ കയ്യിലുണ്ടോ? ഏതെങ്കിലും ഒരു ഉത്തരവ് എൻ്റെ കയ്യിൽ? അല്ല, അങ്ങനെയല്ല, ഈ രാഷ്ട്രപതിയുടെയൊക്കെ റോളിൽ വരുന്ന എന്താണ് അതിന് അത്തരത്തിലുള്ള എന്തൊക്കെയാണ് കയ്യിലുള്ളത്? അത് എന്നെ ആദ്യമായിട്ട്, അതായത് രാഷ്ട്രപതി നിയമിച്ച ഉത്തരവും അതോറിറ്റി ശരിക്ക് ആരാണ് ഹൈക്കോടതി ജഡ്ജിയായിട്ട്? ഹൈക്കോടതി പ്രസിഡന്റ് ആണ്. അതാണ് ചോദ്യം. കൊളീജിയം റെക്കമെൻഡ് ചെയ്തിട്ട് അത് നേരെ പ്രൈം മിനിസ്റ്ററുടെ ഓഫീസിലേക്ക് എത്തും. പ്രൈം മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്ന് അത് പ്രസിഡന്റിനെ പോകും. പ്രൈം മിനിസ്റ്ററുടെ ഓഫീസിൽ നിന്ന് അതിന് എതിരഭിപ്രായം ഉണ്ടെങ്കിൽ വീണ്ടും അത് ഗവൺമെന്റിനാണ് ഉപയോഗിക്കുക, തിരിച്ചിട്ട് കൊളീജിയത്തിലേക്ക് വരും. കൊളീജിയം വീണ്ടും വീണ്ടും അയക്കുകയാണെങ്കിൽ അത് നിയമിക്കണമെന്നാണ് നടപ്പ്. പക്ഷേ ഗവൺമെന്റും പ്രസിഡന്റും ഒപ്പിട്ടാല് നിയമനമാവും. അതുകൊണ്ട് അപ്പൊ താങ്കളുടെ നിയമനത്തിന്റെ ഹൈക്കോടതി ജഡ്ജിയുടെ നിയമനത്തിന്റെ അതോറിറ്റി എന്ന് പറയുന്നത്
പ്രസിഡന്റാണ്. പ്രസിഡന്റാണ്. അതായത് ഭരണഘടനാപരമായിട്ടുള്ള ഇന്ത്യയിലെ പ്രഥമ പൗരൻ നേരിട്ട് നിയമിക്കുന്ന ആളാണ്. ഞാൻ ഇത് കേൾക്കുന്ന സാധാരണ പ്രേക്ഷകർ, ഇപ്പം നിങ്ങളുടെ നീതിന്യായ രംഗത്തുള്ളവർക്ക് ഇതിനെക്കുറിച്ചൊരു ബോധം ഉണ്ടാവും. പക്ഷെ ഒരു സാധാരണക്കാരന് ഇതാരാണ് ഒരു ഹൈക്കോടതി ജഡ്ജിയെ നിയമിക്കുന്നത് എന്നൊരു സാധാരണക്കാരന് തോന്നി ആ ചോദ്യത്തിന് ഒരു ഉത്തരം കൊടുക്കുക എന്നുള്ളത് ഒരു ഹൈക്കോടതി ജഡ്ജിയായിട്ടുള്ള ഒരു അഭിമുഖത്തിൽ അനിവാര്യമാണ് എന്നുള്ളത് കൊണ്ടാണ് ഭരണഘടനാപരമായ കർത്തവ്യം നിർവഹിച്ചുകൊണ്ടാണ് അദ്ദേഹം നിയമിക്കുന്നത്. ഹൈക്കോടതി ജഡ്ജിയായിട്ട് താങ്കൾ വരുന്നു, കൊച്ചിയിൽ ചുമതലയേൽക്കുന്നു. താങ്കളുടെ മുന്നിലേക്ക് എത്തിയ കേസുകളെ കുറിച്ച് വല്ല ഓർമ്മയുണ്ടോ? അങ്ങനെ ഓർമ്മകളുണ്ട്, പക്ഷെ അത് വളരെ റീസെന്റും ഇതുമായതുകൊണ്ട് അധികം ഞാൻ അതിനെപ്പറ്റി ഇല്ല. അത് കാരണം എന്താണെന്ന് വെച്ചാൽ അത് ചിലതൊക്കെ ഹയർ അതോറിറ്റിയുടെ മുമ്പിൽ പെൻഡിങ് ആയിട്ടുണ്ടാവും. അതുകൊണ്ട് അതിനെപ്പറ്റി ഒന്നും പറയാൻ. ഈ ജഡ്ജിമാർ, ഈ ന്യായാധിപന്മാരെ കുറിച്ച് എപ്പോഴും പറയുന്നത് ഒരു ചില്ലുകൂട്ടിലിരിക്കുന്ന മനുഷ്യരാണ്. സാധാരണക്കാരായിട്ട് അവരൊരിക്കലും ഇടപഴകില്ല. അവരെപ്പോഴും ഒരു മസിൽ പിടുത്തക്കാരെന്നുള്ള നിലക്കാണ് കാണുന്നത്. വളരെ റയറായിട്ടുള്ള ആളുകൾ മാത്രമേ പൊതുസമൂഹത്തിൽ വരുന്നുള്ളൂ എന്നാണ് താങ്കളുടെ ആ കാര്യത്തിലുള്ള അഭിപ്രായം? അത് ഒരു വ്യക്തികളെ ആശ്രയിച്ചിരിക്കും. അതിന് അങ്ങനെ ഒരു ചട്ടക്കൂടുണ്ടോ? ശരി, ചട്ടക്കൂടില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പൊതുചടങ്ങിലേക്ക് നിങ്ങളെ ക്ഷണിച്ചു കഴിഞ്ഞു. നിങ്ങളൊരു പൊതുചടങ്ങിൽ സംബന്ധിക്കുമ്പോൾ അവിടെ ഹാജരായിരിക്കുന്ന അല്ലെങ്കിൽ അവിടെ പ്രസന്റ് ആയിരിക്കുന്ന ആരൊക്കെയാണ് നിങ്ങളുടെ ഒന്നിച്ചിരിക്കുന്നത് എന്നോ ഒന്നും തന്നെ ഈ ജഡ്ജിന് അറിയില്ലായിരിക്കും. നാളെ ഒരു കേസ് വന്ന് തീരുമാനം എടുത്തു കഴിഞ്ഞതിന് ശേഷമായിരിക്കും ആ ഫോട്ടോ കാണിച്ചുകൊണ്ട് പറയുന്നത് അവര് രണ്ടുപേരും ഒരു സദസ്സിൽ ഉണ്ടായിരുന്നു, പിന്നെ അങ്ങനെയല്ലേ വരൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരം പറയാനുണ്ടാവില്ല. അതുകൊണ്ട് പലപ്പോഴും ജഡ്ജിമാര് ഇങ്ങനെ പൊതുപരിപാടികളിലും ഇതിലൊക്കെ പങ്കെടുക്കുമ്പോൾ അവർ ഒരു സ്വന്തം ജാഗ്രത എടുക്കും. സമീപകാലത്ത് നമ്മൾ കാണുന്ന ഒരു പ്രത്യേകത, പണ്ട് ഈ ജുഡീഷ്യറിയിൽ നിന്ന് വിരമിക്കുന്നവർ മറ്റ് സ്ഥലങ്ങളിലൊന്നും ചേക്കേറാറില്ല. കാരണം അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജുഡീഷ്യറിയിൽ ഇരിക്കുന്ന കാലത്ത് തന്നെ ഇന്നത്തെ ജനം കാണുന്നത് ജുഡീഷ്യറിയിൽ ഇരിക്കുമ്പോൾ തന്നെ അവർക്ക് റിട്ടയർ ചെയ്താൽ വാഗ്ദാനങ്ങൾ ഉണ്ടാവും. അപ്പോൾ കേസുകൾ പലതും ആ താല്പര്യങ്ങൾക്കനുസരിച്ച് മൂവ് ചെയ്യുന്നൊരു സാഹചര്യം. പല ആളുകളും പല പോസ്റ്റിലും എത്തിയിരിക്കുന്നു. ന്യായാധിപന്മാർ തന്നെ റിട്ടയർ ചെയ്തതിന് ശേഷം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഇങ്ങനെ ഗർജിക്കുന്ന സിംഹങ്ങളായി മാറുന്ന ഒരു സാഹചര്യം. ഇത്തരം ഒരു കാലഘട്ടത്തെ താങ്കൾ എങ്ങനെയാണ് നിരീക്ഷിക്കുന്നത്? അതിനും നേരത്തെ പറഞ്ഞ ഉത്തരം തന്നെയാണ്. അതായത് ഓരോ വ്യക്തികളുടെയും കാഴ്ചപ്പാടിന് അനുസരിച്ചിരിക്കും. അതായത് പ്രലോഭനങ്ങളിൽ വശംവദരാകുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ പിന്നീട് റിട്ടയർമെൻറ്റിന് ശേഷമുള്ള പോസ്റ്റിങ്ങിലേക്ക് കണ്ണു തട്ടുന്നവരാണെങ്കിൽ അവർ ചിലപ്പോഴും ചെയ്തിരിക്കും. അതല്ലാത്തവരങ്ങനെ ചെയ്യുകയില്ല. പിന്നെ അതിനൊരു കൂളിംഗ് പീരീഡ് എന്നും പറഞ്ഞതുപോലെ ഒരു 2 year കൂളിംഗ് പീരീഡ് ഉണ്ടാകുന്നത് എപ്പോഴും നല്ലത് തന്നെയാണ്. നിയമപരമായിട്ട് ഇപ്പോൾ ഇല്ല. ഈ നീതിന്യായ വ്യവസ്ഥയിൽ താങ്കൾ ഇപ്പോൾ ഇത്രയും കാലത്തെ സർവീസ് വെച്ചിട്ട് പഴയ ഒരു പ്രൗഢിയും പഴയ ഒരു വിശ്വാസ്യതയും ഇന്നത്തെ ന്യായാധിപന്മാർക്കും നീതിന്യായ സംവിധാനത്തിനും ഉണ്ടോ? അതിനെപ്പറ്റി ഞാൻ അധികം ഒന്നും പറയുന്നില്ല. പക്ഷെ മറ്റൊരു കാര്യം പറയാം. പഴയ ജഡ്ജിമാരെ നിയമിച്ചിരുന്നത് പൊളിറ്റിക്കൽ അപ്പോയിൻമെന്റ് പോലും ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ നിയമിക്കപ്പെട്ട ജഡ്ജിമാരാണ് ഈ നിയമനത്തിന് സുതാര്യത വേണമെന്നും അതുപോലെ തന്നെ കൊളീജിയം സിസ്റ്റം തന്നെ ക്രിയേറ്റ് ചെയ്തത് അങ്ങനെ രാഷ്ട്രീയക്കാരെ നിയമിച്ച ജഡ്ജിമാരാണ്. അതുകൊണ്ട് ആരെ എങ്ങനെ നിയമിക്കുന്നു എന്നുള്ളതല്ല, ആരെ നിയമിക്കുന്നു എന്നുള്ളതാണ് പ്രാധാന്യം. ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ EMS മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് ആരും അദ്ദേഹത്തിന്റെ ജഡ്ജ്മെന്റിനെ ഇന്ന് വരെ പറഞ്ഞതായിട്ട് എനിക്ക് അറിയില്ല. അതുകൊണ്ട് ചന്ദ്രചൂഡ് ഒക്കെ, അതായത് ഇപ്പോഴത്തെ ചന്ദ്രചൂഡല്ല, അച്ഛൻ ചന്ദ്രചൂഡൊക്കെ ഇന്ദിരാ ഭരണകാലഘട്ടത്തിൽ വന്ന ജഡ്ജാണ്. ഈ അച്ഛൻ ചന്ദ്രചൂഡും മകൻ ചന്ദ്രചൂഡും ഈ ജുഡീഷ്യറിയിൽ അങ്ങനെ ഒരു പാരമ്പര്യം കൂടുതലായി കാണുന്നുണ്ട്. അച്ഛനിരുന്നു, മകൻ വരുന്നു, അങ്ങനെ ഈ ബന്ധുത്വം അതിനകത്ത് നിലനിൽക്കുന്നതായിട്ട് പലപ്പോഴും അണിയറയിൽ ചർച്ച ചെയ്യാറുള്ള ഒരു സംഭവമാണ്. അതിനെക്കുറിച്ച് താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ലെങ്കിലും ഒരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജഡ്ജസിന് എപ്പോഴും ജഡ്ജസ് ഫാമിലിയിൽ നിന്ന് വരുന്നവരെ പറ്റി ഒരു കോൺഫിഡൻസ് ഉണ്ടാവും, അഴിമതിക്കാരായിരിക്കില്ല എന്ന്. അതുകൊണ്ടായിരിക്കണം തോന്നുന്നു. താങ്കളുടെ ഈ ജീവിതകാലത്ത് എപ്പോഴെങ്കിലും ന്യായാധിപന്റെ എപ്പോഴെങ്കിലും ശുപാർശകൾ എത്തിയിട്ടില്ല? ശുപാർശകൾ എത്തിയിട്ടില്ല. ഇല്ല.
പ്രലോഭനങ്ങളും ഉണ്ടായിട്ടില്ല, ഒരിക്കലും ഉണ്ടായിട്ടില്ല. നമ്മുടെ ജുഡീഷ്യറി ഇന്ത്യയിലെ ജുഡീഷ്യറി കളങ്കപ്പെട്ടു എന്ന നിലക്ക് വ്യാപകമായ പ്രചരണം നടക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. കളങ്കിതമാണ്, സാധാരണക്കാരൻ്റെ അവസാന അത്താണി എന്ന നീതിന്യായ സംവിധാനം കളങ്കപ്പെട്ടിരിക്കുന്നു, പല ഉത്തരവുകളും ആളെ അമ്പരിപ്പിക്കുന്നു. നിങ്ങൾക്കറിയാലോ, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, കുറേ കേസുകളിൽ പോലും വിധികൾ വരുന്ന ഏകപക്ഷീയമായാണ്, പല താല്പര്യങ്ങളും സംരക്ഷിക്കപ്പെടുന്നു എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ ഒരു ചിന്ത എത്രമാത്രം നമുക്ക് ഇതിനെപ്പറ്റി വളരെ ചുരുക്കിയിട്ട് പറയാൻ, നിയമം അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ഒരു മാറ്റർ, ഒരു അമേരിക്കൻ ജഡ്ജാണെന്ന് തോന്നുന്നു പറഞ്ഞത്, അതൊരു ക്ലേ പോലെയാണ്. ഇതിനെ എങ്ങനെ മോഡൽ ചെയ്യണമെന്നോ, എന്ത് രൂപം നൽകണം, എങ്ങനെ അതിനെ രൂപപ്പെടുത്തണം എന്നുള്ളത് ആ ജഡ്ജിന്റെ കഴിവും ജഡ്ജിന്റെ ചിന്താഗതിയും അനുസരിച്ചിരിക്കുന്നു. അതായത് ഒരേ ഫാക്ടിന്റെ മിത്തൽ അതിനാണല്ലോ അപ്പീൽ കോടതി വെക്കുന്നത്. ഒരു ജഡ്ജിന്റെ നിഗമനങ്ങളും ഇതും തെറ്റിപ്പോയിട്ടുണ്ടോ എന്ന് നോക്കാനാണല്ലോ അപ്പീൽ കോടതി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് അത് സ്വാഭാവികമാണ്. ഒരേ സംഗതിയെ രണ്ടുപേര് കാണുമ്പോൾ രണ്ട് വിധത്തിലായിരിക്കും ചിലപ്പോഴും. ഇന്നത്തെ ഈ അഭിഭാഷക ലോകത്തെ എങ്ങനെ വിധിച്ചു പുതിയ കാലഘട്ടത്തിൽ? കാരണം പണ്ട് ഓർമ്മയുണ്ടാവും, അത് അഭിഭാഷകർ എന്ന് പറഞ്ഞാൽ, ഞാൻ അഭിഭാഷകനായിട്ട് വന്നതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി അധികം പറയില്ല. വിമർശനം നല്ലതല്ല, അല്ല അധികം ഞാൻ പറയില്ല. കാരണം എന്റെ ശിഷ്യന്മാരും എന്റെ ഒന്നിച്ചുണ്ടായിരുന്നവരും കൊളീഗ്സും ആയ വക്കീൽമാരാണുള്ളത്. ഇതാണോ ഞങ്ങളെ പറ്റി പറയുന്നതെന്ന് ചോദിക്കുന്ന സത്യത്തിന്റെ മുഖം വികൃതമാണ്. പഴയ ആ ഒരു ഇതുണ്ടോ എന്ന് ചോദിച്ചാൽ പലപ്പോഴും ഇല്ല എന്ന് പറയേണ്ടി വരും. ക്രിക്കറ്റ് കേരളത്തിലെ ഇന്ത്യയിലെ ജനങ്ങളുടെ ഹൃദയത്തിലുള്ള ഒരു സാധനമാണല്ലോ. അതിനൊരു ഓംബുഡ്സ്മാൻ ഉണ്ട്, അതിനകത്ത് താങ്കൾ 3 വർഷം ഉണ്ടായിരുന്നു. ആ ഒരു എക്സ്പീരിയൻസ് കൂടി ഒന്ന്. അത് ലോക കമ്മീഷൻ റിപ്പോർട്ടിനനുസരിച്ചിട്ട് സുപ്രീം കോടതിയുടെ ഡയറക്ഷൻ അനുസരിച്ചിട്ട് ഓരോ ക്രിക്കറ്റ് അസോസിയേഷൻസിനും, അതായത് സ്റ്റേറ്റ് വൈഡ് അസോസിയേഷനെ അഫിലിയേറ്റ് ചെയ്തതിനും ഓരോ ഓംബുഡ്സ്മാൻ ഉണ്ടായിരിക്കണം. അത് ഇന്റേണലായിട്ടുള്ള അതിൻ്റെ ഉള്ളിലുള്ള ഡിസ്പ്യൂട്ടുകൾ തീർക്കാനും കാര്യങ്ങൾ തീർക്കാനുമായിട്ട് ഉണ്ടായിരിക്കണം. അതൊരു ക്വാളിഫൈഡ് ഹൈക്കോടതി ജഡ്ജ് ആയിരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് 3 വർഷത്തെ വലിയൊരു ഫ്രെയിമാണ് 3 വർഷം ഉണ്ടായിരുന്നത്. അതിന്റെ രൂപത്തിലും ഭാവത്തിലും ഞാൻ കുറച്ച് മാറ്റം വരുത്തി. അന്ന് കൊറോണ കാലം വന്നതോടുകൂടി ഓൺലൈൻ സിറ്റിങ്ങുകളാക്കി മാറ്റി കംപ്ലീറ്റ്. അതിന് ഒരു ഡിജിറ്റലൈസേഷന്റെ ഭാഗം പോലെ ഓൺലൈനിലേക്ക് മാറ്റി എല്ലാം. ഇനി എന്താണ് പരിപാടി? ഇപ്പോഴിനി അതും കഴിഞ്ഞു, അതിന്റെ 3 വർഷവും കഴിഞ്ഞു. ഇപ്പോഴേ പൂർണ്ണമായ റിട്ടയർമെന്റ് ലൈഫിലേക്കാണ് കടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ സെൻട്രൽ ഗവൺമെന്റിന്റെ അതും സുപ്രീം കോടതിയുടെ ഒരു പാനലാണ് സെലക്ട് ചെയ്യുന്നത്, അല്ലാതെ ഗവൺമെന്റ് അല്ല. സുപ്രീം കോടതിയുടെ ഒരു പാനൽ, സുപ്രീം കോടതി അതിൽ പോസ്റ്റിംഗ് ആയിരുന്നു. പക്ഷേ വലിയ അധികാരമുള്ള പോസ്റ്റാണ്. പക്ഷേ ഡൽഹിയിലാണ് ഉണ്ടാവുക എന്നുള്ളത് കൊണ്ടും അവിടെ ആ ഡൽഹിയിൽ പോയിട്ട് വീണ്ടും ഒരു 4-5 വർഷം ജോലി ചെയ്യേണ്ട, 3-4 വർഷം ജോലി ചെയ്യേണ്ട എന്ന് തോന്നിയതുകൊണ്ട് സ്വസ്ഥഗൃഹഭരണം കേരളത്തില് ഇനിയും ഓഫറുകൾ വന്ന് എടുത്തു. അല്ലാതെ ഡൽഹിയിൽ. എന്താണ് ഇത്രയും കാലത്തെ നീതിന്യായ ലോകത്തെ അനുഭവം വെച്ച് നമ്മുടെ സമൂഹത്തോട് താങ്കൾക്ക് പറയാനുള്ളത്? ഞാൻ പങ്കുവച്ച ആശങ്കകളുണ്ടല്ലോ, ജുഡീഷ്യറിയെ കുറിച്ചുള്ള ജനങ്ങളുടെ ആശങ്ക, അഭിഭാഷകരുടെ ക്വാളിറ്റി സംബന്ധിച്ച്, അവർ കേസ് നടത്തുന്നതിലുള്ള അവരുടെ ഒരു പഠന വൈഭവത്തിലെ കുറവുകൾ പഴയ കാലത്തെ പോലെയല്ല ഈ ഡിജിറ്റൽ യുഗത്തിൽ, എന്താണ് നമുക്ക് പറയാനുള്ളത്? ക്വാളിറ്റിയെ പറ്റി പറയുകയാണെങ്കിൽ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒരു ജഡ്ജിന്റെ ഒരു വക്കീലിന്റെ കാലിബർ, ഒരു കഴിവ് ഒരിക്കലും സാധാരണക്കാരന് മനസ്സിലാവില്ല. വക്കീലിന്റെ കഴിവ് അവിടെയുള്ള മറ്റു വക്കീൽമാർക്ക് മനസ്സിലാവും. പക്ഷേ സാധാരണക്കാർക്ക് പേപ്പറിൽ വരുന്നതും ന്യൂസിൽ വരുന്നതും അവരുടെ ഇന്റർവ്യൂകൾ അങ്ങനെയുള്ളതല്ലാതെ ഒരു വക്കീലിന്റെ കാലിബർ മനസ്സിലാവില്ല. അപ്പോൾ വക്കീലിനെ ഏൽപ്പിക്കുമ്പോൾ പോപ്പുലാരിറ്റി ഒക്കെ നോക്കിയിട്ടാണ് ഏൽപ്പിക്കപ്പെടുക, അല്ലെങ്കിൽ പോളിറ്റിക്സ് ഒക്കെ നോക്കിയിട്ട്. അതുകൊണ്ടാണ് പലപ്പോഴും ഈ പ്രശ്നങ്ങൾ വരുന്നത്. പിന്നെ രണ്ടാമത് പറയുക, ഈ ഒരു പ്രശ്നത്തെ നമ്മൾ ജസ്റ്റിസ് കെ മാത്യു, ഇപ്പോഴത്തെ ജോസഫ് സാറുടെ അച്ഛൻ മാത്യു ജഡ്ജ് വളരെ കഴിവുറ്റ ഒരു ജഡ്ജായിരുന്നു. പക്ഷെ മറ്റു പലർക്കും അറിയില്ല.
AR കൃഷ്ണയ്യരോളം തന്നെ കഴിവുറ്റ ഒരാളായിരുന്നു. പക്ഷെ ആർക്കും തന്നെ മാത്യു സാറിന്റെ പേരറിയില്ല. അതാണ് ആ അറിവിന്റെ കാര്യത്തിൽ അങ്ങനെയുണ്ട്. ഇനി താങ്കളുടെ കുടുംബത്തിലേക്ക് ഇപ്പോൾ നമ്മൾ അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ പഠിച്ചതെല്ലാം പറഞ്ഞു. ജീവിതത്തിലൊരു ജീവിത പങ്കാളി ഉണ്ടല്ലോ, ഉണ്ട്. എവിടെ നിന്നാണ് കണ്ടെത്തിയത്? എൻ്റെ വൈഫ് ഇവിടെ തന്നെ കൂത്തുപറമ്പ് തന്നെയുള്ളതാണ്. കൂത്തുപറമ്പ് കോടതി കോംപ്ലക്സിന്റെ നേരെ മൈതാനം, അതിൻ്റെ ഒരു ഇടയിൽ നേരെ എതിർവശത്തുള്ള ഒരു വീടാണ്. എന്താണ് ജീവിത പങ്കാളിയുടെ പേര്? ലീന തങ്കം. എങ്ങനെയാണ് കണ്ടെത്തിയത്? അറേഞ്ച്ഡ് മാരേജ്. പിതാവ് കണ്ടെത്തി തന്നാണോ? എൻ്റെ അമ്മയും അച്ഛനും എല്ലാം തന്നെ അറിയുന്ന ഒരു ഫാമിലിയിൽ പെട്ടതാണ്. അന്ന് പക്ഷേ എനിക്ക് നേരിട്ട് അറിയില്ല അവരെ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ മദ്രാസിലായിരുന്നു ഉണ്ടായിരുന്നത്. മദ്രാസിൽ ജനിച്ച് വളർന്നതാണ്. അവിടെയുള്ള ഫോറസ്റ്റ് സർവീസിലായിരുന്നു അവരുടെ അച്ഛനുണ്ടായിരുന്നത്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു. അതുകൊണ്ട് ഇവിടെ അറിയില്ല. അപ്പോൾ അങ്ങനെയുണ്ട് എന്ന് പറഞ്ഞിട്ട് ചെന്ന് കാണുകയും പെണ്ണ് കാണാൻ, സാധാരണ നിലയിൽ പെണ്ണ് കാണാൻ പോയി കണ്ട് ആലോചിച്ചിട്ട് ഉള്ളതാണ്. കുട്ടികൾ അവര് ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ്, മാത്തമാറ്റിക്സ് കൊച്ചിൻ യൂണിവേഴ്സിറ്റി. ഒറ്റ മകളേ ഉള്ളൂ. എന്താ മകളുടെ പേര്? മകൾ ആരതി ജ്യോതിന്ദ്രനാഥ്. ആരതി എഞ്ചിനീയറിംഗ് കഴിഞ്ഞതാണ്. ഇവിടെ അത് കഴിഞ്ഞു. എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് അന്ന് ക്യാമ്പസ് തന്നെ ഒറാക്കിൾ എന്ന് പറഞ്ഞ കമ്പനിയിൽ, ഒറാക്കിൾ കമ്പനിയിൽ അവിടെ ക്യാമ്പസ് സെലക്ഷൻ കിട്ടി. അങ്ങനെ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കല്യാണം കഴിഞ്ഞ്. മരുമകൻ നിഖിൽ പൊന്നോൻ കണ്ടനായർ, കായലോട്, ഇവിടെ കാപ്പുമേൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നിഖിൽ നാനോ ഇലക്ട്രോണിക്സിൽ ഡോക്ടറേറ്റ് ഉള്ളതാണ്. റിസർച്ച് ഫീൽഡിലാണുള്ളത്. 2 മക്കളുണ്ട്. എന്താണ് അവരുടെയൊക്കെ പേര്? അധിക്, ധ്രുവ്. മോളിപ്പം വർക്ക് ചെയ്യുന്നുണ്ട്. സർവീസ് നൗ എന്ന് പറഞ്ഞ ഒരു ജർമ്മൻ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ ജർമ്മനിയിലാണുള്ളത്. അപ്പോൾ നമ്മൾ വളരെ രസകരമായിട്ടാണ് പോയത്. പലതും തുറന്നു പറയാൻ ഇന്നും അദ്ദേഹത്തിൻ്റെ ഈ ചില ചട്ടക്കൂടുകൾ, ചില പരിമിതികൾ, കാരണം കടന്നുപോയ വഴികളെല്ലാം ഈ നീതിന്യായ ലോകമായതുകൊണ്ട് തന്നെ പലരും അതിനകത്ത് കണ്ണുനീരിൻ്റെ കഥകളുണ്ടാവും, സങ്കടങ്ങളുടെ കഥകളുണ്ടാവും. വീണ്ടും അതൊന്നും ആരും അറിയേണ്ടതില്ല. കക്ഷികൾ അപ്പുറത്ത് നിൽക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഒരു മര്യാദ പാലിച്ചുകൊണ്ട് തന്നെയാണ് പലതിനോടും അദ്ദേഹം തൊട്ടില്ല എന്ന നിലക്ക് പോയത്. പക്ഷേ നമുക്ക് തരുന്ന ഒരു പാഠമുണ്ട്. ഒരു സർക്കാർ സ്കൂളിൽ പഠിച്ച്, പറഞ്ഞാൽ സർക്കാർ മാനവിൻ്റെ സ്കൂളിൽ നിന്ന് സർക്കാർ സഹായത്തോടുള്ള എയ്ഡഡ് സ്കൂളാണ്. ആ സ്കൂളിൽ പഠിച്ച് നമ്മുടെ തൊട്ടടുത്ത് നിർമ്മലേരി കോളേജിൽ പഠിച്ച് നീതിന്യായ വ്യവസ്ഥയുടെ നമ്മുടെ ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും പരമോന്നതമായ ഹൈക്കോടതിയിൽ ന്യായാധിപനായി 2 പതിറ്റാണ്ട് കാലം സേവനമനുഷ്ഠിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ഇതിലൊരു മാതൃകയുണ്ട്. നമുക്ക് നീതിന്യായ ലോകത്തേക്ക് കടന്നു വരാൻ ഒത്തിരി അവസരങ്ങൾ നമുക്കുണ്ട്. പല രീതിയിലുള്ള സാഹചര്യങ്ങളും നമുക്ക് ആ രീതിയിലുണ്ട്. അത് കൃത്യമായി വരും തലമുറ, ഇന്നത്തെ തലമുറ പഠിക്കണം. നാളെ നിങ്ങൾക്കും ഇത്തരം ഒരു ന്യായാധിപൻ്റെ റോളിൽ വരാം. അത്തരം അവസരങ്ങൾ നിങ്ങൾ മുതലാക്കണം. പിന്നെ നമ്മൾ ഈ ആശങ്കപ്പെടുന്നത് പോലെ ഈ ഇപ്പോഴും പല മാധ്യമങ്ങളിലും കാണുന്നത് പോലെ, നവമാധ്യമങ്ങളിലൊക്കെ കാണുന്നത് പോലെ ജുഡീഷ്യറി അങ്ങനെ പൂർണ്ണമായും കളങ്കപ്പെട്ടിട്ടില്ല. 1% മാത്രമേ അദ്ദേഹം പറയുന്നുള്ളൂ. 99% കൃത്യമായ നീതിബോധത്തോടുകൂടി തന്നെയാണ് ഇന്ത്യൻ ജുഡീഷ്യറി മുന്നോട്ട് പോകുന്നതെന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ് നമ്മുടെ ജ്യോതിന്ദ്രനാഥ്. അദ്ദേഹത്തിൻ്റെ വിലപ്പെട്ട സമയമാണ് നമ്മോടൊപ്പം ചിലവഴിച്ചത്. അദ്ദേഹത്തിനും ഒപ്പം പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.